എല്ലാവർക്കും മൊക്ട ക്രിയേഷനിലേക്ക് സ്വാഗതം. ഞാൻ മാളു, ഇത് റൂബി. അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടീസർ റിയാക്ഷൻ ചെയ്യാൻ. നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി സാറിന്റെ പുതിയ പടത്തിന്റെ ടീസർ ബസൂക്ക. അപ്പൊ വീണ്ടും ഒരു പുതുമുഖ ഡയറക്ടർ സംവിധായകൻ നമുക്ക് പറയാം. ഡിനോ ഡെന്നീസ് ആണ് ഡയറക്ടർ. യെസ്. അപ്പോൾ എന്താ പറയാ, മമ്മൂട്ടിയുടെ സ്വാഗ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാവുന്നത് ഇതൊരു പൊതു ത്രില്ലറാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ത്രില്ലറാന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് നമ്മുടെ ഗൗതം വാസുദേവ് ഉണ്ട്. പുള്ളിയുടെ ഫ്രണ്ട് ആയിട്ടായിരിക്കാം. നമുക്ക് ഇന്നലെ കണ്ടു നോക്കാം, അതിന്റെ നമുക്ക് ബാക്കി സമയം. പിന്നെ ബാബു ആന്റണിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടു നോക്കിയാലോ? മറ്റേ നമുക്ക് വേണ്ട പോലീസുകാരാന്ന് തോന്നുന്നു കേട്ടോ. അതെ, പുള്ളി പോലീസാണ്. ആ സ്ഥലമല്ലേ? Come on, Mamukka. Yes. Yes. Oh my God. Get ready for the game. Bazooka. ഞാൻ പറയാം, പോലീസായിരിക്കും. നമ്മള് ചെയ്യാത്ത റോളും തോന്നും. കമ്മിങ് സൂൺ. ഞാൻ പറഞ്ഞ ഒരു ത്രില്ലർ മൂവിയാണോ അതോ ഒരു ഡോൺസ് സെറ്റപ്പാന്ന് തോന്നുന്നു. നമ്മള് ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ് എന്നൊരു മാസ് ഡയലോഗ് ആണ് ലാസ്റ്റ് നമ്മള് കണ്ടത്. ആ മുടിയൊക്കെ ഇട്ട് വെച്ച് അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും ഒരു പടത്തില്. ഫൈറ്റും സൂപ്പർ ആയിരിക്കും. ആ ഫൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മള് ഇതിനു മുമ്പ് ടർബോയിലും പ്രീസ്റ്റ് ആ ഒരു മോഡൽ ഫൈറ്റ് തന്നെയാണ്. പക്ഷെ എനിക്കതല്ല, പുള്ളിയുടെ ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ ഓരോ സിനിമയിലും പുള്ളി കൊണ്ടുവരുന്നത് ചെറിയ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ സാധാരണ ഇച്ചിരി മുടി വളർത്തിയിട്ടാക്കുന്നു, താടിയുണ്ട്, പക്ഷെ ആ കുറച്ച് പീസ് മാത്രം എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് പിന്നെ ഇതിന് റിട്ടയർഡ് ആയ പോലീസുകാരനാണോ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ പേരറിയത്തില്ലല്ലേ? അതെ 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 അതെ. ഇനി അതാണോന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. പിന്നെ വേറെ ആൾക്കാരെ ഒന്നും അധികം കാണിച്ചിട്ടില്ല പടത്തിലുള്ളവര്. എന്നുവെച്ചാ ഇതിന്റെ അകത്ത് കാസ്റ്റിങ്ങിനുള്ളത് ബാബു ആന്റണി ഉണ്ട്, ആരൊക്കെയാതെ ബാബു ആന്റണി ഉണ്ട്, ദിവ്യ പിള്ളയുണ്ട്, ഗായത്രി അയ്യരുണ്ട്. യെസ്. ബഡ്ജറ്റ് 25 കോടി രൂപയാണ് ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിലായിരിക്കത്തില്ല, ഇത് അതുക്കും മേലെ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കെന്തായാലും പടത്തിന്റെ അടുത്ത ഇത് ടീസറേ അല്ലല്ലോ, ട്രെയിലർ ജസ്റ്റ് ഒരു ലുക്ക് റിവീൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം അല്ലെ? ട്രെയിലർ അടിപൊളിയാണ്, അടിപൊളിയായിരിക്കും, വരുമ്പോ അറിയാം. എനിക്ക് BGM മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ ആ സ്ലോ മോഷൻ നരവും ആ BGM, യെസ്, അതിലൊക്കെയാണ് അട്ടി സാധനം ഇരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ബസൂക്ക ആയിരുന്നു. ബസൂക്കയുടെ അടുത്ത ട്രെയിലർ ഒരു വരുന്നതാണ്. അതുപോലെ നിങ്ങളെ നോറ ബേബിയുടെ
ആയിട്ട് സെപ്പറേറ്റ് ഒരു വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്. ബൈ.